സാധനം പൊളിച്ച് മോൻ കഴിക്കപ്പോൾ ഉഷാറായി. അപ്പം എന്തായാലും ഇനി പരിപാടിക്ക് നടക്കട്ടെ. കാറ്റ് മുന്നോട്ട് പോയി, കാറ്റം തന്നെയാണ്. നമ്മളിങ്ങനെ മല കയറി വരണം. അപ്പോൾ ഇത് അവിടെ വന്ന് വലിയ ഡാമാട്ടോ. നമുക്കാണ് പ്രവേശനമില്ല. അഞ്ചുനിയും ഡാം, കിരിയും, സത്രി, ഗോവ. എൻ്റെ പൊന്നു, കർണാടക എന്തായാലും ഗോവ തന്നെയാണുള്ളത്. അപ്പം എന്തായാലും മുന്നോട്ട് തന്നെ പോവാം. അപ്പം ഗടികളെ, അപ്പം ആ തള്ളൽ കഴിഞ്ഞിട്ടില്ല, നല്ല കയറ്റം തള്ളി വന്നുകൊണ്ടിരിക്കണേ. അപ്പം ഞാൻ നേരത്തെ ഡാമിൻ്റെ കാണിച്ചില്ല. ആ സെക്യൂരിറ്റി വെച്ച് പറഞ്ഞേ ഇനി ഒരു 12 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ഹോട്ടലുണ്ടാവും എന്ന് പറഞ്ഞേ. ആ ഒന്നാമത്തെ കേസ്. പിന്നെ ഇപ്പോഴും ഗോവ കഴിഞ്ഞിട്ടില്ല. ഞാൻ കണ്ടത് മറ്റേ ബോർഡർ ചെക്ക് പോസ്റ്റ് അല്ലായിരുന്നു, RTOയുടെയും ഫോറസ്റ്റിൻ്റെയും ചെക്ക് പോസ്റ്റ് ആയിരുന്നു എന്ന്. ഗോവ ബോർഡർ ഇനി കിടക്കാൻ പോകണല്ലോ 10 കിലോമീറ്റർ കഴിഞ്ഞിട്ട്. എന്താ അല്ലേ, നമുക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് ചോദിക്കാനും പോയി. അവിടെ ബോർഡ് കണ്ടുമില്ല. നമ്മൾ വിചാരിച്ചു ചെക്ക് പോസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു കർണാടക ബോർഡർ എത്തിയെന്ന്. അപ്പം ഇനി മുന്നോട്ട് പോട്ടെ. കാരണം ഞാൻ അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ചാരായം മാറ്റുന്ന കേന്ദ്രങ്ങൾ കണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സമ്മതിച്ചില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു കർണാടകയിലും ചാരായം മാറ്റും, ഗോവയിൽ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഇന്നലത്തെ ഒരു 1.5 ചപ്പാത്തി ഇരിക്കുന്നുണ്ട് ബാലൻസ്, അത് പടയ്ക്കാം. അത് ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് രാവിലെ ഒരു ചായ പോലും കുടിക്കാനാണ് ഞങ്ങൾ രണ്ടാളും കയറി. അവള് കഴിച്ചു, അവൾക്ക് പിന്നെ പെഡിഗ്രി ഉണ്ടല്ലോ, നമുക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോട്ടെ, ചപ്പാത്തി കുറച്ചേണ്ടി കഴിക്കാം. അപ്പോൾ കടികളെങ്ങനെ കുറേ ദൂരം വന്നപ്പോഴേ ബാക്കിൽ പുലിയുടെ പടക്കം വെച്ചിട്ടുണ്ട് കേട്ടാ. പുള്ളിപ്പുലിയുടെ പടക്കം വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നോ, എന്താ തള്ളി കയറ്റി വന്നു. ഇനി അടുത്ത് തള്ളാൻ വേണ്ടിയുള്ള സ്ഥലം. അപ്പോൾ സെൻറ്ററിൽ റെസ്റ്റ് എടുക്കുക, രക്ഷയില്ല. ഞാനേ വയ്യാണ്ടായി. അപ്പോൾ ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുക, ഈ പുള്ളിപ്പുലിയുടെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഒരു ചാട്ടം വന്ന് പറയാ എവിടേക്ക് പോകണ കാലം വെച്ചാൽ പറയണേ ഇവിടെ അതിനാലും ഇരിക്കേണ്ട, പരം പോയിക്കോ, ബെട്ടാ ജംഗിളാണ്, വലിയ കാടാണ്, ഫോറസ്റ്റാണ്, മൃഗങ്ങളുണ്ട്, ഇരിക്കേണ്ട, വേഗം കാട് കഴിക്കാൻ നോക്കുക, വൈകുന്നേരം ആകുമ്പോൾ നിൽക്കണ്ടെന്ന് കേട്ട്. മനുഷ്യനെ അല്ലെങ്കിൽ പേടിച്ചിട്ട് വരണേ. അതിനിടയ്ക്ക് ഉന്തിൻ്റെ അപ്പുറത്ത് തള്ളും കൂടി. ഞാൻ പോവാൻ നിൽക്കുക. ഇതെല്ലാണ്ടാ അവള് സുഖമായിട്ട് തലയ്ക്കും പുറത്തിട്ടിട്ട് ഇങ്ങനെ ശുദ്ധവായു സ്വയിച്ച് കാട് ആസ്വദിച്ച് യാത്ര കൊണ്ടിരിക്കുക. ഇതിൽ നമുക്ക് പോവാം. ഞാൻ ഈ കാറ്റാണ് തള്ളി കയറി വരാട്ടാ. അങ്ങോട്ട് മുകളിലേക്ക് കയറ്റം തന്നെയാണ് കേട്ടാ. അപ്പോൾ വെള്ളം കഴിഞ്ഞു, 1 ലിറ്റർ വെള്ളം ഉണ്ടല്ലോ കയ്യിൽ. അപ്പോൾ ഒരു ലോഡ് വണ്ടി, മറ്റേ ടിപ്പറില്ലേ 14 വീലിൻ്റെ വലുത്, ഫുൾ ലോഡ് കയറ്റി വരുന്ന സാധനം ചവിട്ടി നിർത്തി കയറ്റത്ത്. എന്നിട്ട് എനിക്ക് ഒരു കുപ്പി തണുത്തോളം തന്നു ഗേസ്. ആ സ്നേഹമില്ല, ഒരിക്കലും മറക്കില്ല കേട്ടാ. കാരണം അപ്പം അത്യാവശ്യം സാധനമായിരുന്നു ഇത്. എന്തായാലും ദൈവം സമയം എത്തിക്കുന്നുണ്ട്. ഭക്ഷണം മാത്രം കിട്ടിയില്ലെന്നല്ലോ. 1.5 ചപ്പാത്തി കഴിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട്. ഇനി എന്തെങ്കിലും ഒരു 3-4 മണിക്കൂറും കയറ്റം തന്നെയാണെന്ന് പ്രതീക്ഷിക്കണം. ഇപ്പോൾ രാവിലെ ഇറങ്ങിയല്ലേ. ഓക്കെ.